പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. കൃപയാൽ ഈ വാട്സാപ്പ് സന്ദേശവും യൂട്യൂബ് സന്ദേശവും അതേപോലെ ഫേസ്ബുക്ക് സന്ദേശവും നിങ്ങൾ കേൾക്കുക. ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ സ്നേഹത്തോടെ നിങ്ങളിത് ഷെയർ ചെയ്യുകയും ചെയ്യുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെയും 14-ാമത്തെയും വാക്യമാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു എന്ന് നമ്മൾ വായിച്ചു കേട്ടു. നമ്മൾ ധാരാളമായി കേട്ട വചനമാണ് നാം വായിച്ചത്. എന്നാൽ യേശുക്രിസ്തു ഇതിൽ കൂടി ശിഷ്യന്മാരുടെ ബന്ധത്തിൽ എന്ത് ആണ് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത എന്താണ് എന്ന് ഇതിൻ്റെ അകത്ത് നമ്മൾ ആഴത്തിൽ ഇറങ്ങുമ്പോൾ നമുക്കിതിനകത്ത് കാണുവാൻ കഴിയും. ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് മറ്റാരോ തന്ന കൽപ്പനയുടെ അനുഷ്ഠാനമാണ് എന്ന് ചിന്തിച്ച് എപ്പോഴും ഭയത്തോടെ ഇരുന്നാൽ നമുക്ക് ആ പാതയെ സഞ്ചരിപ്പാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യനെ ഭയപ്പെടുത്തുവാനുള്ള ദൈവകൽപ്പനയല്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാരുടെ ഓരോ ചുവടുകളിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന് എന്നിൽ മാത്രം നോട്ടം അർപ്പിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പതറുകില്ല. നിങ്ങളുടെ വഴികൾ ഏത് ആപത്തുകളുണ്ടായാലും അതിൽ വ്യാകുലചിത്തരായി മാറാതെ മുമ്പേ പോകുന്ന ക്രിസ്തുവിനെ നോക്കുക എന്ന ആ ലക്ഷ്യത്തോടു കൂടിയാണ് ശിഷ്യന്മാരോട് കർത്താവ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വഴി പോയാലും ക്രിസ്തുവിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരു കാരണവശാലും ലക്ഷ്യം തെറ്റി മാറുകയില്ല. വിശാലമായ വഴിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ലക്ഷ്യം തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇടുക്കുവാതിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് ഞാൻ ആകുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു ആകുന്ന ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് യാത്ര തിരിച്ചാൽ ഒരു കാരണവശാൽ നമ്മൾ ഭയപ്പെടേണ്ടതല്ല അല്ലെങ്കിൽ ഭയപ്പെടേണ്ടില്ല എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ദൈവം കാണിച്ചു തന്ന വഴി. ഞെരുക്കവും വഴി ഇടുക്കവും ഉള്ളതും വാതിൽ യേശു ക്രിസ്തു ആകുന്ന വാതിൽ കൂടി വേണം നാം കടക്കുവാൻ. അവൻ മാത്രമാണ് ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഞെരുക്കമുള്ള പാതയിലും നമുക്കതൊരു വിശാലമായി മാറുന്ന വഴിയായി മാറുന്നത്. ഞാൻ ചിന്തിക്കണം, ഇത് ആത്മീയ തലത്തിലാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഞെരുക്കമായ പാതയിലും യേശുക്രിസ്തുവിലേക്ക് നോക്കിയാൽ ആ ഞെരുക്കമുള്ള പാത അവന് വിശാലമായി തോന്നും. കാരണം ലോകത്തിലില്ലാത്ത പലതും ഈ ഇടുക്കുവാതിൻ്റെ അകത്തുണ്ട്. ലോകം തരുന്ന സമാധാനം ഒരിക്കലും അത് നിത്യതയുള്ളതല്ല. ലോകം തരുന്ന സന്തോഷം അത് ഒരിക്കലും നിത്യതയുള്ളതല്ല, അല്ലെങ്കിൽ താൽക്കാലികമാണ്. ലോകം തരുന്ന എന്ത് സുഖവും എന്ത് സൗകര്യങ്ങളും ആയിക്കോട്ടെ അതെല്ലാം നിത്യമായി മാറാതിരിക്കുമ്പോൾ ഇടുക്കുവാതിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവവേദന ലഭിക്കുന്ന അനുഗ്രഹം എല്ലാം നിത്യതയുള്ളതാണ്. സന്തോഷം, സമാധാനം, സാമ്യത എല്ലാം നിത്യതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമായതുകൊണ്ട് നാം ഇടുക്കുവാതിലൂടെ നാം പുറപ്പെടണം എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, നിത്യതയുടെ വഴിയിലേക്ക്, നിത്യജീവൻ്റെ വഴിയിലേക്ക് നമുക്ക് യാത്ര തിരിക്കണമെങ്കിൽ നാം യേശുക്രിസ്തു ആകുന്ന ആ ഇടുക്കുവാതിലൂടെ നാം സഞ്ചരിപ്പാൻ തയ്യാറാകുക. അതാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. രണ്ട് ലോകത്തിലെ പൗരൻ നിലയിൽ ഈ ലോകത്തിനും സ്വർഗരാജ്യത്തിനും മധ്യേ അതിലോലമായ അതിർവരമ്പുകളോടെയാണ് നാം അവനെ അനുഗമിക്കേണ്ടത്. അപ്പോൾ അത് വിശാലമായ ഒരു രാജപാതയായിരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ലല്ലോ. ഈ ഇടുങ്ങിയ പാത ശരിയായ പാതയാകാനേ നമുക്ക് അവിടുന്ന് തരമുള്ളൂ. കാരണം ശരിയായ പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. അതുകൊണ്ട് ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നാം അനുഭവിക്കുന്ന ഏത് ദുരിതത്തിൻ്റെ നടുവിലും കുഞ്ഞേന്ന് യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. താങ്കൾ ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തിയായിരിക്കാം. മനുഷ്യൻ്റെ സ്നേഹം വ്യർത്ഥമാണ് സഹോദരങ്ങളെ. യൗവനക്കാരാ, നിങ്ങൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് ഓടുന്ന വ്യക്തിയായിരിക്കാം.
എന്നാൽ ലോകത്തിൻ്റെ ഇമ്പങ്ങളെക്കാൾ ഉപരി, ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി, ലോകത്തിൽ എന്തെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞാലും അത് ഈ ലോകത്തെ താൽക്കാലികമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവാകുന്ന പാതയിൽ കൂടി സഞ്ചരിക്കൂ. ദൈവം തരുന്നത് താൽക്കാലികമല്ല, എല്ലാം നിത്യമായതാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സന്തോഷമാകട്ടെ, സ്നേഹമായിക്കോട്ടെ, കർത്താവുള്ള ആനന്ദമായിക്കോട്ടെ, ഇത് യേശുവിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭയങ്കര ആനന്ദത്തോടായിരിക്കും. അത് കർത്താവിൻ്റെ ഗ്ലോറിയാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ആ ഗ്ലോറിക്കകത്ത് നിൽപ്പാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവജനത്തെയും ആ നിലയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തുള്ള യാത്ര ക്രിസ്തുവിൽ സന്തോഷപൂർണ്ണമായി ആയിരിക്കാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെസ്സേജ് നിന്നിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.